Good morning. Magic morning. Magic morning. Magic morning. Magic morning. Magic morning. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ബുക്ക് റിവ്യൂ ആണ്. ബുക്ക് റിവ്യൂയുടെ ഡേ ആണ്. ബുക്ക് റിവ്യൂ പറയുന്ന ആരാന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? നമ്മുടെ മേഘാമ്മയാണ് ഇന്ന് ബുക്ക് റിവ്യൂ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ഒരു ബുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മേഘ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മേഘ മാം, പ്ലീസ് വെൽക്കം. മാജിക് മോർണിംഗ്. ഹായ്, കേൾക്കാമോ? Magic Yes, morning. ma'am. കേൾക്കാം. ഞാൻ ഇതിൽ വന്നിട്ട് കുറച്ചധികം നാളുകളായി. കാരണം വീട്ടിലുണ്ടായ കുറച്ച് സാഹചര്യങ്ങളാ. അമ്മയുടെ അസുഖവും പിന്നെ അമ്മയുടെ ചികിത്സയും അമ്മയുടെ മരണവും ഒക്കെ ആയപ്പോ എനിക്കിത് കയറാൻ പറ്റാത്ത ഒരു നീണ്ട ഇടവേള വന്നു. പിന്നെ അതിൽ നിന്നൊക്കെ ഞാൻ റിക്കവർ ആയിട്ട് വന്നപ്പോ പിന്നെ വേറെ കുറച്ച് സൗഹൃദങ്ങളും ഇതൊക്കെ ആയപ്പോ രാവിലെ എണീറ്റ് നടക്കാൻ പോവുക, പിന്നെ യോഗ ക്ലാസ്. പലപ്പോഴും വിചാരിക്കും മാജിക് മോൺ, അപ്പോഴേക്കും എനിക്ക് ലിങ്ക് കിട്ടാതായി. വീണ്ടും വിളിച്ച് ചോദിച്ച് കയറണമെന്നുണ്ടായിരുന്നെങ്കിലും പിന്നെ ഞാൻ ആ ഒരു ഒഴുക്കിലോട്ട് നീങ്ങി. നമ്മൾ ഏത് പാതയിലോട്ട് പോകുന്നു അതിൽ കുറച്ച് സന്തോഷം കിട്ടുമ്പോ അതെ, ഈ രാവിലെ നടക്കാൻ പോകുന്നത് എനിക്ക് ഭയങ്കര രസമായിരുന്നു. ഈ ഇരുട്ടും പ്രകാശവും ഇങ്ങനെ ഇടകർന്ന് കിടക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടെ നടന്നു പോവുക. പിന്നെ എന്റെ കൂടെ നടക്കാൻ എന്റെ 2-3 കൂട്ടുകാരികളും ഇങ്ങനെ കൊച്ചു വർത്തമാനങ്ങളും പറഞ്ഞു ഒരു 5 മണിക്കാവുമ്പോ ഇറങ്ങി നടക്കാം. പിന്നെ അങ്ങനെയൊക്കെ ആയപ്പോ ഇതിലോട്ട് കയറുന്ന കാര്യം അങ്ങ് വിട്ടു. പക്ഷെ പ്രപഞ്ചം എന്നെ ഇതിലോട്ട് തന്നെ വിളിച്ചുകൊണ്ടിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാ എന്നെ മറക്കാതെ ഷൈനി മാം പറഞ്ഞു, മാം ഇങ്ങനെ ഞങ്ങള് 2000 ദിവസം ആവുകയാണ്, ഞങ്ങളൊരു മീറ്റ് ഇവിടെ കോഴിക്കോട് വെച്ച് ഞങ്ങൾ ഒന്നിക്കുകയാണ്, മാം എന്ത് പറയുന്നു, വരണുണ്ടോ? ഞാൻ വരുന്നു, എനിക്ക് എല്ലാരെയും കാണണം, എന്റെ മനസ്സിൽ നിങ്ങൾ എല്ലാരും ഉണ്ട്. അപ്പൊ നിങ്ങളെ കാണാൻ കിട്ടുന്ന ആ ചാൻസ് എന്തായാലും ഞാൻ പാഴാക്കില്ല, ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാ പറഞ്ഞു ഇങ്ങനെ ബുക്ക് റീഡിംഗ് ഉണ്ട്. ഇന്നലെ വൈകുന്നേരം ഞാൻ സ്കൂളിൽ ഇരുന്നപ്പോഴാ എന്നോട് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ല. എനിക്ക് വായന ഇഷ്ടമാണ്, ഞാൻ ഇങ്ങനെ വായിക്കും. എന്ത് കിട്ടിയാലും കുഞ്ഞിലേ മുതൽ എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ എന്ന് പറയുന്നത് ഈ പുസ്തകങ്ങളാണ്. കാരണം അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നത്. ഞാൻ ഒരു 72-80 ഒക്കെ ഇടയ്ക്കുള്ളപ്പോ പെൺകുട്ടിയൊക്കെ കുറേ നൂലാമാലകളുണ്ട്, പുറത്തിറങ്ങാൻ പാടില്ല, അവരോട് കൂടിക്കൂടാ, ആരെങ്കിലും വേണ്ടേ. അപ്പൊ ഞാൻ പുസ്തകങ്ങളെ സ്നേഹിച്ചു. കിട്ടുന്ന എന്തും വായിക്കും. എന്നുവെച്ചാൽ സന്തോഷം കിട്ടുന്നത്. ഈ കടിച്ചാ പൊട്ടാത്ത സാഹിത്യത്തോടൊന്നും എനിക്ക് പോയത്തിരി പ്രയാസം. അപ്പോ ആ വായന ഇതുവരെയും പോയിട്ടില്ല. മൊബൈല് വന്നു, റേഡിയോ വന്നു, TV വന്നു, കമ്പ്യൂട്ടർ വന്നു, എന്നാലും ഞാൻ എന്റെ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു കുഞ്ഞു ലൈബ്രറി ഒരിക്കൽ ചെന്ന് കയറി. അപ്പൊ അവിടെ കണ്ട ഒരു പുസ്തകം ഇപ്പൊ ഞാൻ എടുത്തു വച്ചേക്കുന്നത്. ഇതിലെ ഷൈനി മാമിനോട് ഞാൻ പറഞ്ഞു, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം. അപ്പൊ പറഞ്ഞു, വേണ്ട മാം, നെഗറ്റീവ് അളവൊന്നും വേണ്ട, സന്തോഷം നൽകുന്നതൊക്കെ. അപ്പൊ ഞാൻ കണ്ടുവച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട്. എന്തെന്ന്? സ്നേഹിക്കാൻ, സ്നേഹിക്കപ്പെടാൻ ഞാൻ എന്നും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഞാൻ ഒരു ചെറിയ ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ എന്റെ മുമ്പ് വരുന്ന കുഞ്ഞുങ്ങളെയെല്ലാം അവരുടെ മുഖം, കുഞ്ഞു മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിയുക. അവര് ടീച്ചറെ എന്ന് പറഞ്ഞ് വന്ന് വിളിക്കുമ്പോ അവരെന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോ ഒക്കെ എനിക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. സ്നേഹിക്കാനുള്ള ഒരു അടങ്ങാത്തൊരാഗ്രഹം, അതുപോലെ സ്നേഹിക്കപ്പെടാനും. അങ്ങനെ പോയപ്പോ ഒരുപക്ഷെ എന്റെ മനസ്സറിഞ്ഞാവണം ഈ ബുക്ക് കണ്ടത്. മനസ്സും സ്നേഹവും, സ്നേഹത്തിനൊരാമുഖം. എല്ലാരും കേട്ടിരിക്കും അല്ലെ? സ്നേഹത്തെ പറ്റി ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ശരിയാണ്, നമുക്ക് കേട്ട് 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 പഴകിയ ഒരിതാ സ്നേഹം. അതിന്റെ പേരിൽ ചിലപ്പോഴൊക്കെ നമ്മൾ അടിമപ്പെടാറുണ്ട്. സ്നേഹം ചിലപ്പോഴൊക്കെ ഒരു ചങ്ങല പോലെയാണ് അല്ലെ? നമ്മള് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം, നമ്മളെ പറക്കാൻ പറ്റാത്ത വിധം എന്നെ പലപ്പോഴും ബന്ധസ്ഥനാക്കിയിട്ടുള്ളത് എന്റെ അമ്മയുടെ സ്നേഹമാണ്. അങ്ങോട്ട് പോകാൻ പറയും, എന്റെ പൊന്നുകൂടെ അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോകുമ്പോ അയ്യോ നീ വേണ്ട, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഇങ്ങനെ സ്നേഹം എന്നെ തടവാക്കിയതുകൊണ്ട്. പക്ഷേ
സ്നേഹം എങ്ങനെയാണെന്ന് ഈ ബുക്കില് വെറുതെ അല്ല പറ്റി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരുപാട് ഗവേഷണം നടത്തി. ഈ ബുക്ക് എഴുതിയിരിക്കുന്ന ഡോക്ടർ സാംജി വടക്കേടം. കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല ഡോക്ടർ, പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് പറയാം. സാംജി വടക്കേടം ഡോക്ടർ 1975 ആലപ്പുഴ ജില്ലയിലെ പുളിങ്കുന്നിൽ ജനിച്ചു. മനഃശാസ്ത്രം, തത്വശാസ്ത്രം, ദൈവശാസ്ത്രം, പത്രപ്രവർത്തനം എന്നിവയിൽ ബിരുദവും സാമൂഹ്യ ശാസ്ത്രം, ആംഗലേയ ഭാഷ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നിവയിൽ ബിരുദാന്ത ബിരുദവും നേടി. ആനുകാലികങ്ങളിൽ നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ചെറിയ ലേഖനങ്ങൾ. അങ്ങനെ ഈ ബുക്ക് എടുത്തത്. അതിപരിചയം ഉള്ളത് കൊണ്ട് മാത്രം ഒന്നിനെപ്പറ്റി നമുക്ക് വേണ്ടത്ര നിശ്ചയം ഉണ്ടാവില്ല. സ്നേഹം നമുക്കറിയാം എന്ന് വെച്ച് അതിനെക്കുറിച്ച് ഒരുപാടൊന്നും നമുക്ക് അങ്ങനെ അറിയണമെന്നില്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ ആ കവർച്ചട്ടയിൽ പറയുന്നുണ്ട്, സ്നേഹിക്കാൻ എന്നെ പഠിപ്പിച്ച എന്റെ അമ്മ. അതെ, അമ്മ. സ്നേഹത്തിന്റെ ആദ്യത്തെ ഉദാഹരണം നമ്മുടെ അമ്മ തന്നെയാണ്. ആ സ്നേഹമാണ് നമ്മളെ വളർത്തുന്നത്, നമ്മളെ എത്ര ഉയരത്തിലെത്തുമ്പോഴും ഓടിച്ചെന്ന് വീഴാൻ ഒരു അമ്മയുടെ മാറിടം അല്ലെങ്കിൽ മടിത്തട്ട് ഉണ്ടെങ്കിൽ അത് ഭാഗ്യവാന്മാരാണ്. എന്ത് തെറ്റ് ചെയ്താലും പൊറുക്കാൻ കഴിയുന്നത് അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാ. പിന്നെ സ്നേഹം പലർക്കും പലതാണ്. ഈ ബുക്കിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് സ്നേഹത്തിന്റെ അവലോകനം. അതിൽ പറയുന്നുണ്ട് എന്താണ് സ്നേഹം, സ്നേഹത്തിന്റെ ശാസ്ത്രീയ പഠനം. രണ്ടാമത് സ്നേഹത്തിന്റെ സവിശേഷതകൾ, സ്നേഹത്തിന്റെ വിവിധ മാനങ്ങൾ, സ്നേഹത്തിന്റെ ഘടകങ്ങൾ, സ്നേഹത്തിന്റെ ആകർഷണീയത. പിന്നെ രണ്ടാം ഭാഗം സ്നേഹത്തിന്റെ ആവിഷ്കരണം, സ്നേഹത്തിന്റെ മൂല്യങ്ങൾ, കഴിവുകൾ, പ്രകാശനം, സ്വീകാര്യത, വിശകലനം. അങ്ങനെ പോകുന്നു. പക്ഷെ അദ്ദേഹം വെറുതെ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, നമുക്ക് ബോറടിപ്പിക്കുന്ന രീതിയിലല്ല എഴുതിയിരിക്കുന്നത്. എല്ലാം ഒരു ഗവേഷണം നടത്തിയാണ് എഴുതിയിരിക്കുന്നത്. പലതിനും സങ്കീർണമായ ശാസ്ത്രീയ വിഷയങ്ങൾ ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ലാളിത്യം, വിനയം, സഹാനുഭൂതി മുതലായവയുടെ മഹത്വം, നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്ന പ്രക്രിയ, വൈവിധ്യങ്ങളെ അംഗീകരിച്ച് സഹിഷ്ണുത കാട്ടാനുള്ള വഴികൾ, വിശ്വസ്തത ഉറപ്പാക്കാനുള്ള സമീപനങ്ങൾ, വ്യക്തിബന്ധങ്ങൾ ബലപ്പെടുത്താനുള്ള മാർഗങ്ങൾ, ശ്രദ്ധിച്ചു കേൾക്കാൻ സഹായകമായ കാര്യങ്ങൾ, നമ്മുടെ ശരീരഭാഷ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടെന്ന രീതി, ഇങ്ങനെ പല ഭാഗത്തായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് വായിക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. ചരിത്ര സംഭവങ്ങളിലൂടെ, കവിതകളിലൂടെ, കഥകളിലൂടെ ഇതൊക്കെ വളരെ രസകരമായി നമുക്ക് ഇദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ രേഖാചിത്രങ്ങളുണ്ട്, കുറെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതില് എങ്ങനെയാണ് നമ്മുടെ സ്നേഹം എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ പോകുന്നു എന്നുള്ളത്. പിന്നെ ലഘു ചാർട്ടുകൾ, നമ്മെ തന്നെ മനസ്സിലാക്കാനുള്ള കുറെ ചാർട്ടുകൾ, ഇതെല്ലാം അദ്ദേഹം ഇങ്ങനെ ഒരുപാട് വരച്ചിട്ടിട്ടുണ്ട്. നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിശകലനം തരാം. എന്റെ ബന്ധങ്ങൾ എങ്ങനെയുള്ളതാണ്, ഞാൻ എങ്ങനെ സ്നേഹിക്കപ്പെടുന്നതാണ്, ഞാൻ എന്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നു, അങ്ങനെയൊക്കെ. പിന്നെ അതിന്റെ റെഫറൻസുകളുണ്ട്, പിന്നെ വെബ്സൈറ്റുകൾ എന്നിവയെല്ലാം അദ്ദേഹം ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്, മനസ്സിൽ നന്മയുണ്ടെങ്കിൽ നന്മ നിറഞ്ഞ സ്നേഹിതരെ ലഭിക്കുമെന്ന് അദ്ദേഹം ഉദാഹരണ സഹിതം ചെറിയ ചെറിയ കഥകളിലൂടെ പിന്നെ നടന്ന സംഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. പ്രവർത്തിക്കാനും സ്നേഹിക്കാനും അറിയുന്ന ആൾക്ക് പ്രൗഢിയോടെ ജീവിക്കാമെന്ന് ടോൾസ്റ്റോയ് പറഞ്ഞത് ഇവിടെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഇതുണ്ട്. എന്നിട്ട് അതില് ഒരുപാടുണ്ട്, ഇതിന് എത്രയും പറഞ്ഞ സമയം തീരും. എനിക്ക് ഇഷ്ടപ്പെട്ടതുണ്ട്, ഒരു കൊച്ചു കഥ. വരനെ പ്രതീക്ഷിച്ച് മുറിക്കകത്ത് എന്തോ ആലോചിച്ചിരിക്കുകയാണവൾ. അവൻ വാതിലിൽ മുട്ടി. അവൻ, ഞാനാണ്. നീ ആരാണ്? അവൻ, വാതിൽ തുറക്കൂ. അവൾ, ഇവിടെ രണ്ടുപേർക്ക് സ്ഥാനമില്ല. നീണ്ട നാളത്തെ തപസ്സിന് ശേഷം അവൻ വീണ്ടും അവളുടെ വാതിലിൽ മുട്ടി. അവൾ, ആരാണ്? അവൻ, നീ തന്നെ. അവൾ വാതിൽ തുറന്നു. ഒന്നായിത്തീരുന്ന ദാമ്പത്യ ജീവിതത്തിന്റെ അന്തസത്ത അനാവരണം ചെയ്യുന്നതിനാണ് ഓമർ ഖയാമിന്റെ ഈ ചെറുകഥ. യഥാർത്ഥമായ സ്നേഹത്തിൽ മറ്റൊരു വ്യക്തിക്കായി ബോധപൂർവമായ പരിശ്രമത്തിലൂടെ
വ്യക്തിലോകം തുറന്നു കൊടുക്കുന്നതിനാൽ ഇരുവരുടെയും വ്യക്തിലോകങ്ങൾ വളരുകയുള്ളൂ. ഇഷ്ടക്കേടുണ്ടാക്കാത്ത ബന്ധങ്ങളില്ല. അവിടെ അനിഷ്ടങ്ങളെ പരിഹരിക്കുന്നതാണ് സ്നേഹം. ഇഷ്ടമുള്ളവർ ചെയ്താൽ എല്ലാം നന്ന്. കാരണം സ്നേഹിക്കണമെന്ന ഒരു നിശ്ചയമുണ്ട്. ആ തീരുമാനത്തെ സ്നേഹത്തിന്റെ പ്രതിബന്ധമാകുന്നവയെല്ലാം തരണം ചെയ്യാൻ പ്രചോദിപ്പിക്കുന്നുണ്ട്. സ്നേഹത്തിലായിരിക്കുമ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട വിവാഹ മോതിരം കൊച്ചിനെ കളിക്കുവാൻ ഒരമ്മ ഊരിക്കൊടുക്കുന്നു. കുറെ കഴിഞ്ഞാണ് ഓർക്കുന്നത് അവന്റെ കയ്യിൽ നിന്നും അതിനെ തിരികെ വാങ്ങിയില്ലല്ലോ എന്ന്. അപ്പോഴേക്കും അത് നഷ്ടപ്പെട്ടിരുന്നു. അവനെ തല്ലി ശരിപ്പെടുത്തണമെന്ന അരിശമുണ്ടായിരുന്നു. എന്നാൽ സ്നേഹിക്കുന്ന ആ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാനാണ് തോന്നിയത്. പിന്നെയും അവൻ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. സ്നേഹമില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും അവനെ കുറ്റപ്പെടുത്തിയേനെ, ശിക്ഷിച്ചേനെ. പിന്നെ വേറൊരിടത്ത് പറയുന്നുണ്ട്, ഒരു അച്ഛനും, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കഥ, ഒരു ചെറിയ കഥ, ഒരു സംഭവ കഥയായിട്ട് ഇട്ടിരിക്കുന്ന ഒരു മകൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ എന്തൊക്കെ വായിച്ചാലും എത്രയൊക്കെ വായിച്ചാലും അതൊന്നും എൻ്റെ ഉള്ളിൽ തങ്ങുന്നില്ല. ഞാൻ കുറെ കഴിയുമ്പോ ആ വായിച്ചതും എല്ലാം ഞാൻ മറന്നു പോകുന്നു. അതെന്ത് ചെയ്യണം അച്ഛാ? അന്നേരം അച്ഛൻ ഒന്നും മിണ്ടിയില്ല. അച്ഛൻ പറഞ്ഞു, ശരി മോനെ, നമുക്ക് പരിഹാരം കാണാം. പിറ്റേ ദിവസം അച്ഛൻ മോനെ വിളിച്ചു, വാ നമുക്കൊന്ന് നടന്നിട്ട് വരാം. അച്ഛൻ മോനെയും കൊണ്ട് പോയത് ഒരു അരുവിയുടെ തീരത്തേക്കായിരുന്നു. അവിടെ അച്ഛൻ ചൂണ്ടിക്കാണിച്ചു, മോനെ, എനിക്കിത്തിരി വെള്ളം വേണം. അവൻ ചുറ്റും നോക്കി, അവിടെയൊന്നും വേറെ ഒന്നും കാണാനില്ലല്ലോ. അപ്പൊ പറഞ്ഞതോ, ഒരു അരിപ്പ് കിടപ്പുണ്ട്, നീ പോയി ആ അരിപ്പയിൽ എനിക്ക് ഇത്തിരി വെള്ളം എടുത്തിട്ട് വാ. മോൻ പറഞ്ഞു, അരിപ്പയില് വെള്ളം എടുക്കാനോ? അതെങ്ങനെ എനിക്ക് എടുക്കാൻ? ഒന്ന് ശ്രമിച്ചു നോക്കൂ മോനെ, എന്ത് കാര്യം ശ്രമിച്ചാലല്ലേ നമുക്കത് മനസ്സിലാവും. മോൻ ചെന്നു. അരിപ്പ് അവന് തൊടാൻ പോലും മടിയായിരുന്നു. അത്രയ്ക്ക് അഴുക്ക് പിടിച്ച് ചെളി പുരണ്ട ഒരു അരിപ്പ. അവൻ ചോദിച്ചു, അച്ഛാ, ഇതെങ്ങനെ എടുക്കും? നീ കൊണ്ടുപോ, വെള്ളത്തിലോട്ടല്ലേ പോകുന്നത്. മകൻ അങ്ങനെ ആ വൃത്തികെട്ട സാധനം തൊടാൻ മടിച്ച് പതുക്കെ എടുത്തുകൊണ്ട് തോട്ടിലേക്ക് ഇറങ്ങി. അവൻ ആ വെള്ളം ആ തോട്ടിൽ കൊണ്ടുപോയി ശ്രമിച്ചു. വെള്ളം അച്ഛന് വേണമല്ലോ. അവൻ തോട്ടിലോട്ട് ഈ അരിപ്പ മുക്കി വീണ്ടും ഉയർത്തും, വെള്ളം ചോർന്നു പോകും. അവൻ വീണ്ടും അരിപ്പ വെള്ളത്തിലേക്ക് താഴ്ത്തും, വീണ്ടും മുക്കും. കുറച്ചു നേരം അവൻ അത് ശ്രമിച്ചു. കൈ കൊണ്ട് പൊത്തി പിടിച്ചു നോക്കി അരിപ്പിലെ വെള്ളം. ഉടുപ്പില് ഇങ്ങനെ പിടിച്ചു വെച്ച് നോക്കി, ഇല്ല, അവന് കിട്ടുന്നില്ല. അവൻ അച്ഛൻ്റെ അടുത്തേക്ക് അരിപ്പയും കൊണ്ടുവന്നു. അച്ഛാ, പറ്റുന്നേ, ഞാൻ ശ്രമിച്ചു, ഇനി എന്നെ കൊണ്ട് പറ്റുന്നില്ല. അച്ഛൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, അരിപ്പയിലോട്ടൊന്ന് നോക്ക്. അവൻ അരിപ്പയെ നോക്കി, ശരിയാണല്ലോ, ഇത് നല്ല തിളക്കമായിട്ടിരിക്കുന്നു. അരിപ്പയിലെ അഴുക്കെല്ലാം മാറി, അത് വളരെ തിളങ്ങുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു, മോനെ, ഇതുപോലെയാണ് നമ്മുടെ വായന. നമ്മൾ വായിക്കുമ്പോൾ പലതും നമ്മുടെ മനസ്സിൽ തങ്ങാറില്ല. നമ്മൾ അതിൽ നിന്നും നമുക്ക് മറന്നു പോവാം. പക്ഷെ നമ്മൾ വായിച്ച് വരുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തിയും ഒക്കെ ശുദ്ധീകരിക്കും. ഈ അരിപ്പ പോലെയാണ് നമ്മുടെ മനസ്സ്. അതില് എത്ര ചെളി പിടിച്ച മാലിന്യങ്ങളെ മാറ്റിക്കളയാൻ നമുക്ക് നല്ല കൂട്ടുകെട്ട്, നല്ല വായന, നല്ല സൗഹൃദങ്ങൾ, ഇതൊക്കെ സാധ്യമാകും. ഇത് പറയുന്ന ഒരു കുഞ്ഞു കഥയാണ്. അങ്ങനെ ഇതിൽ ഒത്തിരി പറയുന്നുണ്ട്. കഥകളിലൂടെയാ ഇതെല്ലാം പ്രതിപാദിക്കുന്നത്. പിന്നെ എങ്ങനെയായിരിക്കണം നമ്മുടെ ബന്ധങ്ങൾ? വ്യവസായിക ബന്ധം, വൈകാരിക ബന്ധം, സത്താബന്ധം, ഇങ്ങനെ ഒത്തിരി സ്നേഹത്തിന്റെ മറ്റൊരു കഥ പറയുന്നുണ്ട്. സത്താബന്ധം അതെന്താണെന്ന്. സ്നേഹിക്കുന്ന വ്യക്തി സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയിൽ നിന്നും തിരികെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ചിത്രകാരികളായ ജോൺസിയും സൂയിയും അരുമ മിത്രങ്ങളായിരുന്നു. ഒരേ മുറിയിൽ താമസം. അതേ കെട്ടിടത്തിന്റെ താഴെ ബർമാൻ എന്ന വൃദ്ധനായ ചിത്രകാരനും താമസിച്ചിരുന്നു. പെട്ടെന്നായിരുന്നു കോളനി മുഴുവനും ന്യൂമോണിയയുടെ പിടിയിലമർന്നത്. ജോൺസിയും ന്യൂമോണിയയ്ക്ക് കീഴ്പ്പെട്ടു. തന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. മരണം ഏതു നിമിഷവും ജീവൻ കവർന്നെടുക്കാം. അന്ത്യനിമിഷം ഭാവനയിൽ കണ്ട് ജോൺസിയുടെ ദൃഷ്ടി ചെന്ന് തട്ടിയത് അപ്പുറത്തെ കന്മതിൽ പടർന്നു കയറിയ വള്ളിച്ചെടിയിലായിരുന്നു. അതിലെ ഇലകൾ അവൾ എണ്ണിക്കൊണ്ടിരുന്നു. ഇലകളോ കൊഴിഞ്ഞുകൊണ്ടുവരുന്നു. അവസാനത്തെ ഇല വീഴുന്നതോടെ ഞാനും മരിക്കും, അവൾ മനസ്സിനെ പഠിപ്പിച്ചു. രോഗിയുടെ ചിന്ത ഡോക്ടറെ നിരാശനാക്കി. മരുന്ന് ഫലിക്കണമെങ്കിൽ അവളെ വിശ്വാസത്തിൽ നിന്നും മാറണം. ആ രാത്രി അതിശക്തമായ മഴയും കാറ്റും ഉണ്ടായി. ജോൺസി അലസമായി കന്മതിലെ വഴിയിലേക്ക് നോക്കി.
അവസാനത്തെ ഇല അടർന്ന് ഹലോ ജോൺസി അലസമായി കന്മതിലെ വള്ളിയിലേക്ക് നോക്കി. അവസാനത്തെ ഇല അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ വിടർന്നു. അടുത്ത ദിവസവും ആ ഇല അതേപോലെ അവിടെ ഉണ്ടായിരുന്നു. അവൾ ക്രമേണ രോഗവിമുക്തിയായി. പുതിയ ചിത്രം വരയ്ക്കുന്നതിലേക്കുള്ള ചിന്ത അവളുടെ മനസ്സ് നിറഞ്ഞു. ആ രാത്രിയിലെ ശക്തമായ മഴയിലും കാറ്റിലും അവസാനത്തെ ഇല കൊഴിഞ്ഞിരുന്നു. വൃദ്ധനായ ബർമാൻ തന്റെ സർവശക്തിയും സംഭരിച്ച് ആ രാത്രിയിൽ വള്ളിപ്പടർപ്പിലെ അവസാനത്തെ ഇല വരച്ചു ചേർക്കുകയായിരുന്നു. ജീവൻ തുടിക്കുന്ന ആ ഇലയായിരുന്നു ജോൺസി കണ്ടത്. മഴയും കാറ്റും ഏൽപ്പിച്ച ആഘാതം അയാളെ ന്യൂമോണിയയുടെ ഇരയാക്കി. തുടർന്ന് മരണത്തിന്. ജീവിതകാലം അത്രയും ശ്രമിച്ചിട്ടും ഒരു മാസ്റ്റർ പീസ് വരയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന ദുഃഖം അവസാനത്തെ ഇല മായ്ച്ചു കളഞ്ഞു. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാത്ത സ്നേഹം, ആത്മബലിയോളം ഉയർന്ന സ്നേഹം. ഓം ഹെൻറി അവസാനത്തെ ഇല എന്ന കഥയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. സ്നേഹത്തിൽ നിന്നല്ലയോ മറ്റൊന്നും ലഭിച്ചിടാൻ, സ്നേഹത്തിൻ ഫലം സ്നേഹം, ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം. ഇങ്ങനെ കവിതകളും കഥകളും നിറഞ്ഞതായിരുന്നു ഈ ബുക്ക്. ഇതൊക്കെ ഇങ്ങനത്തെ കാര്യമാണ് ഉള്ളത്. പിന്നെ വേറൊന്ന് പറയുന്നുണ്ട്, സ്നേഹം എങ്ങനെയാവണമെന്ന്. ഒരിക്കൽ ധനാഢ്യനായ സുമുഖനായ ഒരു മുല്ല ആ നാട്ടിലെ ഏറ്റവും അഴകു കുറഞ്ഞ സ്ത്രീയെ നിക്കാഹ് കഴിച്ചു. ഇതിൽ അമർഷം കൊണ്ട ബന്ധുക്കളും സുഹൃത്തുക്കളും അദ്ദേഹത്തെ വളരെയധികം ശകാരിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞാനൊരു വിഡ്ഢിയാകാം, എന്നാൽ എനിക്ക് എന്റേതായ ന്യായീകരണമുണ്ട്. സൗന്ദര്യമില്ലാതിരുന്നിട്ടും ഞാനിവളെ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഈ സ്ത്രീ എന്നോട് വിശ്വസ്തതയുള്ളവളായിരിക്കും. മറ്റാരും ഈ സ്ത്രീയുടെ മേൽ കണ്ണുവയ്ക്കുകയില്ല. അതിനാൽ ഈ സ്ത്രീയിൽ നിന്നും എനിക്ക് അസ്വസ്ഥതയുണ്ടാകുകയില്ല. ജീവിതം ആസ്വദിക്കുകയും ചെയ്യാം. ആ നാട്ടിലെ പാരമ്പര്യം അനുസരിച്ച് സ്ത്രീകൾ പർദ്ദ എപ്പോഴും ഉപയോഗിക്കുകയും ഭർത്താവ് അനുവദിക്കുന്നവരുടെ മാത്രം മുഖം കാണിക്കുകയും ചെയ്തിരുന്നു. ആദ്യ രാത്രിയിൽ മുല്ലയുടെ വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, ആരെയൊക്കെ എനിക്ക് മുഖം കാണിക്കാം? മുല്ല മറുപടി പറഞ്ഞു, എന്നെ ഒഴിച്ച് മറ്റെല്ലാവരെയും നിനക്ക് മുഖം കാണിക്കാം. ഇത് ശരിക്കും സ്നേഹമാണോ? പൂർണ്ണത നിറഞ്ഞൊരു ബന്ധവും നമുക്ക് ചുറ്റുമില്ല. സർവ്വതും തികഞ്ഞ് ആരെയും നമുക്ക് കിട്ടുകയുമില്ല. അതിനാൽ അവരുടെ കുറവുകൾ അനുസരിച്ച്, അവരുടെ ദുർബലതകൾ അനുസരിച്ച് നമുക്ക് സ്നേഹിച്ചു തുടങ്ങാം. വികാരത്തിലും സംതൃപ്തിയിലും ധാർമ്മികതയിലും പോരായ്മകൾ വരാം. എന്നാൽ കാതലായ വീഴ്ചകൾ ഉണ്ടാകരുത്. പോരായ്മകൾ പരിഹരിക്കപ്പെടണം. പോരായ്മകളുടെ പേരിൽ ബന്ധങ്ങളിൽ നിന്നും പിന്മാറിയാൽ ഒറ്റപ്പെടലായിരിക്കും അന്ത്യം. ഒഴിഞ്ഞു മാറാത്ത ഇടം കണ്ടെത്തുകയാണ് ബന്ധങ്ങളിൽ നിന്ന്. ഇരുളിനോട് പടവെട്ടുന്ന ദീപനാളത്തിന്റെ പ്രത്യാശ നിർഭരമായ ആത്മഗീതം നമുക്ക് പ്രചോദനമാകട്ടെ. അങ്ങനെ ഈ ബുക്ക് മൊത്തം കഥകളാണ്. ഒരുപാടുണ്ട്. നമ്മുടെ ചിന്താരീതി എങ്ങനെയായിരിക്കണം, നമ്മൾ എങ്ങനെയാണ് വിവേകത്തോട് പെരുമാറേണ്ടത്. കണ്ടാൽ വളരെ ഇതില്ലെങ്കിലും നമുക്ക് ഒരുപാട് നമ്മുടെ ലാളിത്യം, അങ്ങനെ എല്ലാത്തിലും ഓരോ കഥകളിലൂടെ നമ്മൾ ഒരുപാട് ഓരോന്നും നമ്മൾ സ്വീകരിക്കുന്നതിലുണ്ടാകുന്ന അറിവുകൾ, ഇതെല്ലാം ഈ കഥകളിലൂടെ പറയുന്നു. പിന്നെ നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കാൻ കുറെ ചാർട്ടുകൾ തന്നിട്ടുണ്ട്. ഈ ചാർട്ട് വഴി നമുക്ക് നോക്കാം നമ്മൾ എങ്ങനെയുള്ള രീതിയാണ്, നമുക്ക് നമ്മെ തന്നെ വിശകലനം ചെയ്യാൻ കഴിയും. മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ ഞാൻ ഏത് തരത്തിലുള്ള ഒരാളാണെന്ന് നമുക്കിതില് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ചിന്താശൈലി, ക്ഷമ ചോദിക്കുന്നതിനെ കുറിച്ച് ഒരു ചെറിയ കഥ. അതിൽ ഈ മഹാഭാരതത്തിലെ ഒരു കഥ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ അംബയുടെ ആ ഒരു കഥയാണ്. തന്റെ ജീവിതം നശിപ്പിച്ച ഭീഷ്മരോട് പ്രതികാരം ചെയ്യാൻ അംബ ശിവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു. അടുത്ത ജന്മത്തിൽ ഭീഷ്മരെ വധിക്കുവാനുള്ള വരം ലഭിച്ച അംബ അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. പ്രതികാരത്തിന്റെ അഗ്നിയിൽ സ്വയം വെന്തുരുകുവാനുള്ളതല്ല മനുഷ്യജന്മം. വെറുക്കുമ്പോൾ സർഗാത്മക ഇല്ലാതാകുന്നു. ക്ഷമിക്കുമ്പോൾ സ്വതന്ത്രരാകുന്നു. ക്ഷമിച്ചവൻ വളർച്ചയിലേക്ക് ഓടിക്കയറുന്നു. കുമാരനാശാന്റെ വരികൾ പറയുന്ന പോലെ, അഥവാ ക്ഷമ പോലെ നന്മ ചെയ്തരുളുവാൻ മറ്റൊരു നല്ല ബന്ധുവും വൃത പോലെ അറിവോതിടുന്ന സദ്ഗുരുവും മർത്യേ വേറെ ഇല്ലതാൻ.
പിന്നെ ചിന്താശൈലി. നമ്മുടെ ചിന്ത എങ്ങനെയായിരിക്കണം? അല്പ പലതും വേർതിരിക്കുന്നു. അതിനൊരു നിശ്ചിത അളവ് പോലുണ്ട്. കാഴ്ചയെന്നും മനസ്സിലേക്ക് കടക്കുന്നവയുടെ അരിപ്പയാണ് ചിന്താശൈലി. നിരവധി കാര്യങ്ങൾ കണ്ണിൽ പതിയുന്നുണ്ട്. എന്നാൽ തിരഞ്ഞെടുക്കുന്നവ മാത്രം നാം ഉൾക്കൊള്ളുന്നു. വ്യക്തികളുടെയും സംഭവങ്ങളുടെയും ആശയങ്ങളെയും അംഗീകരിക്കുവാൻ, വിശദീകരിക്കുവാനും വിലയിരുത്തുവാനും സഹായിക്കുന്നത് നമ്മുടെ അടിസ്ഥാനപരമായ ചിന്താരീതിയാണ്. ഇത് തെറ്റിപ്പോയാൽ തുടർന്നു വരുന്ന ബന്ധങ്ങളും പ്രവർത്തനങ്ങളും തെറ്റിപ്പോകും. വിചാരങ്ങളാണ് വാക്കുകളാകുന്നത്, വാക്കുകളാണ് പ്രവൃത്തികളാകുന്നത്, പ്രവൃത്തികളാണ് പെരുമാറ്റമാകുന്നത്, പെരുമാറ്റങ്ങളാണ് സ്വഭാവമാകുന്നത്. ഒരു ചൈനീസ് പഴഞ്ചൊല്ലാണിത്. ഇങ്ങനെ ഒത്തിരി കഥകൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ മനസ്സിനെ എങ്ങനെ നമുക്ക് ഭൗതിക സഹായം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് നന്നായി വരേണ്ടത്, നമ്മുടെ സാഹചര്യം എന്നതാണ് നമ്മുടെ സ്വന്തമായ പരിശ്രമങ്ങൾ കൊണ്ട് ആ പരിശ്രമത്തെ സ്നേഹിക്കുമ്പോൾ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളത് വളരെ നന്നായിട്ട് ഇതില് ഒരു കഥയിലൂടെ പറയുന്നുണ്ട്. പലചരക്ക് വ്യാപാരം നടത്തുന്ന ഒരു കുടുംബം. യാദൃച്ഛികമായി പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. 22 വയസ്സുള്ള മകനായ ആഷിഖിന്റെ തലയിലായി കുടുംബഭാരം. അമ്മയും 2 പെങ്ങന്മാരും ഒരു അനിയനെയും പഠിപ്പിക്കുക. പിതാവിന്റെ മരണസമയത്ത് കുടുംബത്തിന് 30 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. അത് കൂട്ടുപലിശക്കാരുടെ പക്കൽ നിന്നായിരുന്നു. തിരിച്ചടയ്ക്കാൻ വകയില്ലാതായി. 2 പെങ്ങന്മാരെയും വിവാഹം കഴിപ്പിച്ച ശേഷം ആത്മഹത്യ ചെയ്യാമെന്ന ദൃഢനിശ്ചയത്തോടെ അവൻ വീണ്ടും പലിശയ്ക്ക് കടം വാങ്ങി. 2 പെങ്ങന്മാരെയും കെട്ടിച്ചു. മൊത്തം കടം 2 കോടിയായി. ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ യാതൊരു നിവൃത്തിയുമില്ല. ആഷിഖ് ഈ അവസരത്തിലാണ് അലൻ എന്ന വ്യക്തിയെ പരിചയപ്പെടുന്നത്. ഒരിക്കൽ ആഷിഖ് തന്റെ ആത്മഹത്യാ പദ്ധതി അലനോട് പങ്കുവച്ചു. അലൻ ആവശ്യപ്പെട്ടു, ആദ്യം നിന്റെ കടത്തിന്റെ കണക്ക് മുഴുവനും കാണിക്കുക. അതിനുശേഷം കൂട്ടുപലിശക്കാർക്ക് തിരികെ കൊടുത്തിരുന്ന പണത്തിന്റെ കണക്കെടുക്കൂ. ആത്മധൈര്യം വേണ്ട. അടുത്ത ഘട്ടത്തിലേക്ക് അവർ നീങ്ങി. പലിശക്കാരെ കാണുമ്പോൾ ഓടി ഒളിച്ചിരുന്ന ആഷിഖിനോട് അവരെ അഭിമുഖീകരിക്കാൻ അലൻ ഉപദേശിച്ചു. മുതലിനേക്കാൾ 3ഉം 4ഉം മടങ്ങ് കാശ് വാങ്ങിയിരുന്നവരെ ആദ്യം ചെന്ന് കണ്ടു. തന്റെ അവസ്ഥ സത്യസന്ധമായും ശാന്തമായും പങ്കുവച്ചു. പണം തരില്ല എന്നല്ല, മറിച്ച് തിരിച്ചടയ്ക്കുവാൻ സാവകാശം വേണം. ഇനി പലിശ തരില്ല, മുതലേ തരൂ. പെട്ടെന്നുള്ള പലിശക്കാരുടെ പ്രതികരണം മോശമായിരുന്നു. എന്നാൽ ആത്മനിയന്ത്രണം കൈവിടാതെ കൊലയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ആഷിഖ് അവരോട് വർത്തിച്ചു. സാവകാശം. സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ കടം കൊടുത്തവർ ആഷിഖിന്റെ അവസ്ഥ മനസ്സിലാക്കി. തുടർന്ന് വരവിനനുസരിച്ച് ചിലവ് നിയന്ത്രിച്ചു. സത്യം മാത്രം എല്ലാവരോടും പറഞ്ഞു. കടക്കാരോട് കൊടുക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങൾ മാത്രം വാക്കുകൊടുത്തു. സ്നേഹമേ, എന്നിലും ഞാനുമായി ബന്ധപ്പെടുന്നവരിലും നിറയണമേ എന്ന് നിരന്തരം ഉരുവിട്ടു തുടങ്ങി. സ്നേഹത്തിന്റെ പാതയിൽ ചലിച്ചപ്പോൾ മനസ്സിൽ ശാന്തത നിറഞ്ഞു. ജീവിതം സ്വധർമ്മത്തിനൊത്തായി പ്രപഞ്ച പദ്ധതിയോട് സ്നേഹധർമ്മത്തിലൂടെ അലിഞ്ഞു ചേർന്നപ്പോൾ ജീവിതത്തിൽ സമാധാനം നിറഞ്ഞു. മനസ്സിനെ സുഖപ്പെടുത്തുന്ന ആത്യന്തികമായ മരുന്നാണ് സ്നേഹം. സ്നേഹ സംസ്കാരം സ്വർഗ സംസ്കാരമാണ്. ആർക്കും ഒരിക്കലും ഒരു നിമിഷം കൊണ്ട് സൃഷ്ടിക്കാവുന്നതല്ല സ്നേഹബന്ധങ്ങൾ. സ്നേഹത്തിലായിരിക്കുക എന്നത് നിരന്തര പ്രയത്നമാണ്. തളരാതെ കരയിലേക്ക് ഒഴുകിയെത്തുന്ന തിരമാലകൾ പോലെ നിരന്തരമായ പരിശ്രമത്തിൽ നിന്നാണ് സ്നേഹം രൂപപ്പെടേണ്ടത്. നടക്കുവാൻ പഠിക്കുന്നത് നടന്നല്ലേ? പാടിപ്പാടിയല്ലേ ശബ്ദം തെളിയുന്നത്? എങ്കിൽ ഭയപ്പെടാതെ സ്നേഹിച്ചു തുടങ്ങുക. ബന്ധങ്ങളിൽ വിള്ളലുകൾ അടിച്ചുകൊണ്ടിരിക്കുക. അതിനായുള്ള പൊരുൾ കഴിഞ്ഞ താളുകളിൽ ഉൾക്കൊള്ളുക. സ്നേഹിക്കുവാനും സ്നേഹം ആസ്വദിക്കാനും എല്ലാവർക്കും സാധിക്കും. കാരണം സ്നേഹം മനുഷ്യന്റെ കണ്ടെത്തലല്ല, മറിച്ച് പ്രകൃതി എല്ലാ മനുഷ്യരും നിഷേധിച്ചിരിക്കുന്നതാണ്. സ്നേഹം പ്രകൃതിയുടെ അനുഗ്രഹമാണ്. സ്നേഹിച്ചാൽ സ്നേഹം നൽകപ്പെടും. അതിരുകളില്ലാതെ സ്നേഹിച്ചാൽ സംതൃപ്തരാകും. സ്നേഹം ആനന്ദം നിറയ്ക്കും. സ്നേഹത്തിൽ സ്വാഭാവികതയുണ്ട്. മനസ്സിൽ സ്നേഹം നിറയുമ്പോൾ കൃത്രിമത്വം ഉണ്ടാവില്ല. വ്യക്തികൾ അന്യരായിരിക്കുന്നത് പോലെ അവരുടെ സ്നേഹപ്രകടനവും വ്യത്യസ്തമായിരിക്കും. അത് ഉൾക്കൊള്ളുക. ഹൃദയങ്ങൾ ഒന്നായിരിക്കുന്നതിലുപരി ആനന്ദം മറ്റൊന്നിലും പ്രദാനം ചെയ്യുവാൻ സാധിക്കുകയില്ല. ഹൃദയങ്ങളുടെ ഒന്നാകലിൽ നിന്നും സ്നേഹം ഉത്ഭവിക്കുന്നു. ഈ ഉത്ഭവത്തിലേക്ക് മനസ്സും സ്നേഹവും തീർത്ഥാടകന് ഒരു പാതയുമായി ഭവിച്ചെങ്കിൽ ഈ താളുകളുടെ ഒരു സാക്ഷാത്കൃതമായി.
എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിർത്തുക. പിന്നെ റെഫറൻസ് ചെയ്യേണ്ട പുസ്തകങ്ങൾ അതൊത്തിരി കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ വഴി നമുക്ക് റെഫറൻസ് ചെയ്യാം. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എല്ലാവർക്കും എങ്ങനെയാണ് ഇതിലേക്ക് വന്നതെന്ന് അറിയില്ല. ഒത്തിരി കൊണ്ട് എല്ലാം പറഞ്ഞു തരാൻ പറ്റില്ല. ഞാൻ ഈ ബുക്ക് ഇവിടെ സമർപ്പിക്കുകയാണ്. എന്റെ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ പ്രപഞ്ചത്തിനും ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക്സ്. ഓക്കെ, താങ്ക് യു മേഘ മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ ഒരു ബുക്ക് വായിച്ച ഫീൽ കിട്ടിയല്ലേ എല്ലാവർക്കും? കിട്ടിയോ? ആർക്കൊക്കെ കിട്ടി? കിട്ടിയവരൊന്ന് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേ. പെട്ടെന്നായിക്കോട്ടെ. യെസ്, ഓക്കെ ജെസ്സി മാം, താങ്ക് യു. റസാഖ് സർ, താങ്ക് യു. മണി സർ, താങ്ക് യു. പ്രീത മാം, താങ്ക് യു. ഓക്കെ, ഷൈമിന മാം, താങ്ക് യു. ഓക്കെ, ഫൈൻ. അപ്പൊ എല്ലാവർക്കും ഒരു ബുക്ക് വായിച്ച ഫീലൊക്കെ കിട്ടി. സോ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു അഖില മാം, സോറി മേഘ മാം. നല്ല രീതിയിലാണ് മാം ബുക്ക് റിവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ താങ്ക് യു സോ മച്ച്. ടീം, ഇനി നിങ്ങളുടെ ടൈമാണ്, നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അറിയിക്കാനുള്ള ഒരു ടൈം. സോ എങ്ങനെ ഉണ്ടായിരുന്നു മേഘ മാമിന്റെ ഈ ഒരു ബുക്ക് റിവ്യൂ, അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ആ ബുക്ക് ഒന്ന് മനസ്സിലായിട്ടുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം. അപ്പൊ ആരാ ഫസ്റ്റ് ഷെയർ ചെയ്യാൻ വരുന്നേ? നിങ്ങൾ എത്രയൊക്കെ, ഇപ്പം നമുക്ക് 2000 ഡേയ്സ് കംപ്ലീറ്റ് ആവാൻ പോവുകയാണ് നമ്മുടെ ബി മാജിക്കില്, എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നമ്മുടെ ബി മാജിക് മെമ്പേഴ്സിന് ഉണ്ടോ എന്നൊരു ഡൗട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഹായ് മേഘ, കണ്ടതിൽ വളരെ സന്തോഷം. ഹായ് മേഘ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ മ്യൂട്ടാക്കി പോയി, അതാ പറഞ്ഞത്. ഓക്കെ. കണ്ടതിൽ സന്തോഷം. വീണ്ടും വിമാജിക്കിലേക്ക് വന്നതിനും സന്തോഷം. നല്ല പ്രസന്റേഷൻ ആയിരുന്നു മേഘ, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. സ്നേഹത്തെ കുറിച്ച് പറഞ്ഞതും, അതുപോലെ ആ കുട്ടിക്ക് അച്ഛൻ വായിച്ചിട്ട് മനസ്സിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗം പറഞ്ഞതും എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു മേഘ. താങ്ക് യു. ഹലോ, മേഘ മാം, മാജിക് വളരെ നല്ലൊരു പ്രസന്റേഷൻ, നല്ലൊരു ബുക്ക് റിവ്യൂ. കറക്റ്റ് ആയിട്ട് ബുക്ക് വായിച്ച ഒരു ഫീല് കറക്റ്റ് ആയിട്ട് കിട്ടി. പിന്നെ അതേപോലെ തന്നെ മാമിന്റെ ആ ഒരു ശൈലി, വായിച്ച് അത് പ്രസന്റ് ചെയ്യുന്ന ഒരു ശൈലി വല്ലാതെ ഇഷ്ടപ്പെട്ടു. മാം സ്നേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മളിപ്പോ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഏതെല്ലാം കാര്യങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം വ്യത്യസ്ത മുഖഭാവങ്ങളാണ്. അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി. വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു മാം. താങ്ക് യു സോ മച്ച്. ഇടയ്ക്ക് കിട്ടുന്നില്ലായിരുന്നു, നെറ്റ് ഇഷ്യൂ ആണെന്ന് പറഞ്ഞു തോന്നുന്നു. കട്ടായി പോയിക്കൊണ്ടേയിരുന്നു. ഒരു കഥ മാത്രമേ നന്നായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ. ആ കുട്ടി അച്ഛനുമായിട്ട് പോകുമ്പോഴത്തേക്ക് അവന് വായിക്കാൻ പറ്റുന്നില്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ആ ഒരു കഥ മാത്രമേ നന്നായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ. ഇതൊരു നല്ല പ്രസന്റേഷൻ ആയിരുന്നു. നന്നായിട്ട് ഒരു കഥ നമ്മൾ കേൾക്കുകയല്ല, നമ്മൾ അനുഭവിക്കുന്ന പോലെയാണ് മാം പറയുമ്പോഴത്തേക്ക്. നന്നായിട്ട് പറഞ്ഞു തന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് താങ്ക്സ്. വിളിച്ചപ്പം തന്നെ ഓക്കെ വരാമെന്ന് പറഞ്ഞതിന്. എനിക്കറിയായിരുന്നു മാമിന് നന്നായിട്ട് വായന നന്നായിട്ടുള്ള ആളാണെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാമിനെ ഞാൻ വിളിച്ചതും. നമ്മുടെ ക്ഷമ തിരിച്ചു വന്നതിനും നന്ദി മാം. താങ്ക് യു. താങ്ക് യു. എനിക്ക് വായിക്കാൻ പറ്റിയല്ലോ, ഒരുപാട് നന്ദി. താങ്ക് യു മാം. ഓക്കെ, അടുത്ത ആൾക്ക് പറയാം. അടുത്ത ആൾ ആരാണ്?
അറ്റ്ലീസ്റ്റ് എല്ലാരും ഒരു വാക്കെങ്കിലും പറയാട്ടോ എല്ലാ ദിവസവും. നമ്മുടെ ടൈമിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാ മാജിക് മോർണിംഗ് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ. സാർ ഗുഡ് മോർണിംഗ്. മേഘ മാം, വളരെ സന്തോഷം. നല്ല ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ആയിരുന്നു. വളരെ നല്ല ഒഴുക്കോട് കൂടിയിട്ട് വളരെ വിനയത്തോടും ശാന്തമായിട്ട് ഈ സംഗതി വളരെ നല്ല രീതിയിലാണ് അവതരിപ്പിച്ചത്. അപ്പൊ ആ സാറിന്റെ ഡോക്ടർ സാംജി സാറിന്റെ ആ എഴുത്ത് അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് നമ്മളിലേക്ക് എത്തിച്ചെന്നുള്ളതാണ്. അപ്പൊ അവരെ കഥകളും കവിതകളും വിശകലനങ്ങളും ഒക്കെ, അതായത് ചാർട്ട് വരെ അതിലുള്ള എല്ലാ കണ്ടന്റും നമ്മളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ഒരു നമ്മളെ മനസ്സിൽ നന്മ ഉണ്ടാകാനും നമ്മള് സ്നേഹത്തിന്റെ വഴിയിൽ നടക്കാനും പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബുക്കാണെന്ന് മനസ്സിലായി. ശരിയായ നല്ല ഒരു ക്വാളിറ്റി നമ്മളിലേക്ക് എത്തിക്കാനും നമ്മളിൽ ആനന്ദകരമായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാകാനും പറ്റുന്ന കണ്ടന്റ് ആണ് ഇന്ന് നമ്മളിലേക്ക് എത്തിച്ചത്. അതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു മണി സർ, റസാഖ് സർ. ഹലോ മാജിക് മോർണിംഗ്. നമസ്തേ. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഇതെന്താ ക്യാമറ ഫോണാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഞാൻ അല്ല, പറഞ്ഞാണോ ഇരിക്കണേ? ആ, ഒപ്പം റെഡിയായി. ഇതുവരെ ചെരിഞ്ഞു കൊടുക്കേ. ഇപ്പഴേ നേർക്കുന്നേരല്ലേ. എന്തായാലും നന്നായിട്ടുണ്ട്. ഇങ്ങനെ പ്രസന്റ് ചെയ്ത് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് വരല്. അവർക്ക് നല്ല പ്രസന്റേഷൻ ആയിരുന്നു, നല്ലൊരു സ്റ്റോറി ആയിരുന്നു. താങ്ക് യു. മുഫീദ്, അന്ന് ഡേറ്റ് നമ്മള് ബുധനാഴ്ച ബുക്ക് റിവ്യൂ ആണ് ഉണ്ടാല്? ഇല്ല, അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സേഫ് സാറുടെ. നമ്മുടെ ടേബിൾ ടോക്കിന് ഒരു മിനി വേർഷൻ. അപ്പൊ അതെല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും 6 മണി മുതൽ 6:45 വരെയാണ് ആ സെഷൻ വരുന്നത്. അപ്പൊ സേഫ് സാർ ഈ ഒരു വീക്ക് മുതൽ ബുധനാഴ്ച സാറിന്റെ സെഷൻ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നൊരു മീറ്റിംഗ് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചാ. സേഫ് സാറുടെ സെഷൻ അന്ന് മീറ്റിംഗ് ഉണ്ടായിരിക്കും. മേ ബി നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ടായിരിക്കും സേഫ് സാറുടെ സെഷൻ വരുന്നത്. ഓക്കെ, ആ ദിവസത്തേക്ക് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ, അടുത്ത ആൾക്ക് പറയാം. എന്താ ബാക്കിയുള്ളവരൊക്കെ മിണ്ടാതിരിക്കുന്ന നിങ്ങള്? ജിസി മാം. മാജിക് മോർണിംഗ്. മുസ്തഫ സാർ പറഞ്ഞോളൂ. അതുപോലെ ഇത് ബുക്ക് റിവ്യൂ നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല പുസ്തകം വായിച്ച ഒരു ഇതിലാണ്, ശൈലിയിലാണ് അത് അവതരിപ്പിച്ചത്. നല്ലൊരു അറിവും കിട്ടി. നമ്മൾ കൂടുതൽ സ്നേഹിക്കേണ്ട രീതിയും ആ പുസ്തകത്തെ പറ്റിയിട്ടും പരിചയപ്പെടുത്തിയത് നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. മാജിക് മോർണിംഗ്. മാം, കുറേ നാളുകൾക്ക് ശേഷമാണ് മാമിനെ കാണുന്നത്. ഒത്തിരി സന്തോഷം വീണ്ടും ജോയിൻ ചെയ്തതിൽ. ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു, നല്ലൊരു സെഷനായിരുന്നു. ആ ഒരു വായനയുടെ എല്ലാ കാര്യങ്ങളും, അതായത് വാക്കുകളിലും സൗണ്ടിലും എല്ലാം അത് പ്രതിഫലിക്കുന്നുണ്ട്. വളരെ നല്ലൊരു സെഷൻ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ജസി മാം. ഇനി ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് പറയാൻ റെഡി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും റെഡി ആയിട്ടുള്ളവരുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് മുന്നോട്ട് വരാൻ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, ആരും റെഡി അല്ല?
ഓക്കെ ഫൈൻ. അപ്പം ഇനി മുതൽ മേഘ മാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാലും വൈൻഡപ്പ് ചെയ്യാം. സോ ഇന്ന് നമുക്ക് നോർമലി ബുക്ക് റിവ്യൂയുടെ ഡേ അല്ല, ഫസ്റ്റ് ഞാൻ പറയാൻ മറന്നു പോയതായിരുന്നു. അപ്പം ഇനി മുതൽ നമുക്ക് വെനസ്ഡേ സേഫ് സാറ്റർഡേ സെഷൻ ഉണ്ടായിരിക്കില്ല, പകരം തേഴ്സ്ഡേ ദിവസങ്ങളിലായിരിക്കും. അപ്പം അതെങ്ങനെയാന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നതാണ്. സോ ഇന്നത്തെ ഈ ഒരു ബുക്ക് റിവ്യൂ എടുത്ത മേഘ മാമിന് അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. Thank you, Megha ma'am. Thank you all. Megha ma'am. Thank you all. Have a nice day. താങ്ക് യു.